നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് വളരെ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റേത്. ഇപ്പോഴിതാ വന്ദനയുടെ അച്ഛൻ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപ തങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്നും തുക കൈപ്പറ്റണം എന്നാവശ്യപ്പെട്ട് പലതവണ സർക്കാർ പ്രതിനിധികൾ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ തങ്ങളുടെ മകളുടെ ജീവന്റെ വില സർക്കാർ അല്ല നിശ്ചയിക്കേണ്ടതെന്ന നിലപാടിലാണ് ആ അച്ഛൻ ഉള്ളത്. ഏക മകളെ നഷ്ടമായതോടെ ആരുമില്ലാതായ പിതാവിന്റെ നൊമ്പരമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാവുന്നത്. ഈ അച്ഛന്റെ ഏറ്റവും വലിയ ആവശ്യം മകളുടെ മരണത്തിന്റെ ദുരൂഹത നീക്കണം എന്നുള്ളതാണ്. മകളുടെ കൊലപാതകത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ. വിതുമ്പലോടെ അച്ഛൻ അധികാരികളോട് പറയുന്നത് മകളുടെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. മുട്ടച്ചിറ നമ്പിച്ചെർക്കാലയിൽ മോഹൻദാസും ഭാര്യ വസന്തകുമാരിയും നൽകിയ ഹർജി 16 തവണ മാറ്റിവെച്ച ശേഷമാണ് നാളെ വീണ്ടും പരിഗണിക്കുക. കൂടാതെ ഏക മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം പോലീസിന്റെയും ആരോഗ്യ വകുപ്പ് അധികൃതരുടെയും ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. ആരോഗ്യ പ്രവർത്തകർക്കെതിരായുള്ള ബിൽ പാസാക്കാനായി വന്ദനയുടെ ജീവൻ ബലി കഴിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതേസമയം CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തെ പോലീസും സർക്കാരും എതിർക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് സർക്കാരിന്റെ വാദം. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന സന്ദീപ് എന്ന ആക്രമിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദന കൊല്ലപ്പെടുന്നത്. സഹോദരന്റെ വീട്ടിലുണ്ടായ അടിപിടിയിൽ പ്രതിയുടെ കാലിലുണ്ടായ മുറിവ് തുന്നിക്കെട്ടുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. മേശപ്പുറത്തെ കത്രിക കൈക്കലാക്കിയ പ്രതി പിന്നിൽ നിന്നും ഡോക്ടറെ കുത്തുകയായിരുന്നു. ഡോക്ടറുടെ മുതുകിലും കഴുത്തിലും ഉൾപ്പെടെ 6 തവണയാണ് ഇയാൾ കുത്തിയത്. പിന്നിൽ നിന്നും കുത്ത് മുൻപിലേക്ക് എത്തുന്ന തരത്തിലായിരുന്നു ആക്രമണം. ഡോക്ടറുടെ നിലവിളി കേട്ട് മുറിയിലേക്ക് ഓടിയെത്തിയ പോലീസുകാരും ആശുപത്രി ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് അക്രമാസക്തനായ പ്രതിയെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് ഡോക്ടറെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് പരിക്ക് അതീവ ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. പിറ്റേ ദിവസം 9 മണിയോടെയാണ് വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചത്. കഴുത്തിന് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് വിവരം. ഏറെ പ്രതീക്ഷയുടെ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ വന്ദനദാസ് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനായിരുന്നു. ഹൗസ് സർജൻസിയുടെ ഭാഗമായുള്ള 1 മാസത്തെ പോസ്റ്റിംഗിന്റെ ഭാഗമായാണ് വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലെത്തിയത്. അപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ അവളുടെ കൊലപാതകം. മെഡിക്കൽ രംഗത്ത് ഏറെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും വന്ദനയ്ക്കായി നടന്നുവെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലം കണ്ടില്ല എന്നതാണ് സത്യം.